എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ചിക്കൻ വെച്ചിട്ടൊരു സ്നാക്സ് റെസിപ്പി ആയാലോ? അടിപൊളിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിന്നങ്ങ് തുടങ്ങാം. പിന്നെ ഞാൻ ഇന്ന് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ബോണുള്ള ചിക്കൻ ആണെന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് വേവിച്ചതിന് ശേഷം ആ ബോണെല്ലാം ഒന്ന് ഊരിയെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അത് വേവിക്കാൻ ഞാനൊന്ന് മാരിനേറ്റ് ചെയ്യട്ടെ. അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. ജീരകം നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കാം. നല്ലോണം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം, സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കണേ. ഈ സമയത്തല്ലേ അടി പിടിച്ചു പോകും. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റവ ചീനച്ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാവും. കണ്ടില്ലേ, വിട്ട് വരുന്ന ഇതുപോലെ ആകുമ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഇങ്ങനെ ഉരുണ്ട് കിട്ടും. അപ്പോൾ ഈ സമയത്ത് ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നല്ലോണം ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇനി ഇത് അടുത്ത് തണുക്കട്ടെ. തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിൽ ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു കപ്പ് എടുത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു 3 പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണേ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് പോരാത്തതിന് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒറിഗാനോ ഒരു 1/2 ടീസ്പൂൺ. നല്ലൊരു മണമായിരിക്കും. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. പിന്നെ ഞാനിപ്പോൾ 1 കപ്പ് ചിക്കൻ ഇല്ലേ നമ്മൾ പുഴുങ്ങി വെച്ചത്, അത് നല്ലോണം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കാം. നല്ലോണം കുഴച്ച് നമുക്കിതൊന്ന് ഉരുളകളാക്കിയിട്ട് ഉരുട്ടി മാറ്റി വെക്കാം. അത് നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ ഉരുളകൾ കൊണ്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. ഇനി നമ്മളെ മാവ് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദ അല്ല, നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നല്ലോണം പിന്നെ പത്തിരിപ്പൊടി ചേർത്തോളീനെ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ചപ്പാത്തി പലകേമൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെയും മൈദപ്പൊടിയോ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം പരത്തിയിട്ട് വല്ലാണ്ടങ്ങ് കട്ടി കുറക്കരുത്. നല്ല കട്ടിയിൽ തന്നെ നല്ലോണം ഒന്ന് പരത്തി വന്നതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കപ്പാണ് ഉള്ളത്, അതുകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് കണ്ടില്ലേ. ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉരുളകളാക്കി ഉരുട്ടി വെച്ചിട്ടില്ലേ, ആ ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊന്നും കൂടി എടുത്ത് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, റെഡി. നല്ലോണം പരത്തുമ്പോൾ ശ്രദ്ധിക്കണേ, ഇല്ലേ അടിയിലത്തെ മാവ് വല്ലാണ്ടങ്ങ് പരന്നു പോകും. അപ്പോൾ കണ്ട നല്ലോണം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേപോലെ മറ്റേത് കൂടി ഇതുപോലെ പരത്തിയെടുക്കാം. കണ്ട എല്ലാം പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ചൂടാകുമ്പോൾ അതിൽ ഇത് ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 സൗകര്യത്തിന് നമുക്ക് തിരിച്ചിടാനും മറിച്ചിടാനും ഒന്ന് റോൾ ചെയ്യാനെല്ലാം സൗകര്യത്തിന് വേണ്ടിയിട്ട് 2 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വലിയ പാത്രമാണെങ്കിൽ 4 വെക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ടേ വേവിക്കാവൂ. കാരണം നല്ലോണം വെന്ത് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് അല്ലേ കരിഞ്ഞു പോവും. കണ്ടോ, റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഏകദേശം റെഡിയായി. ഇനി ഇത് നമുക്കൊന്നും കൂടി മൂടി വെച്ചിട്ട് ആ ഭാഗം ശരിക്കൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിൻ്റെ അറ്റം ഈ അരികുകൾ നല്ല ക്രിസ്പി ആയി കിട്ടൂല. അപ്പോൾ അതേ അന്നേരം ഒന്നിങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പം അത് ഇങ്ങേപ്പുറത്തുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് എടുത്ത് മാറ്റാം. കണ്ടോ,
അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. മറ്റതൊന്നും കൂടി ആവണം. അപ്പോഴത്തേക്ക് നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒന്നും കൂടി വെച്ച് കൊടുത്തുന്നേ ഉള്ളൂ. കണ്ടോ, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതും ഒന്ന് ഇതേപോലെ അതിൻ്റെ അരികും ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് വേട്ടെ അതവിടെ മൂടി വെച്ച് കൊടുക്കാം. കണ്ടോ, റെഡി ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം ഞാൻ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കണ്ടില്ലേ, മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല പൊള്ളിയാവുന്നു. എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞ്. കണ്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.